ഹലോ, അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസമായിരുന്നു. ഇത് മെനഞ്ഞാന്ന് എടുത്ത് വെച്ച വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ മീൻ തലേന്ന് മേടിച്ച് വെച്ച് കണ്ടിച്ച് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെയും പോയി കിടന്നത്. എങ്കിലേ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് ഐസൊക്കെ പോയി കിട്ടത്തുള്ളൂ. എന്നാലും അന്ന് കാപ്പി ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ മോക്കൊരു മുട്ട പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച്. കാപ്പി ഉണ്ടാക്കാഞ്ഞത് മനഃപൂർവ്വം ഉണ്ടാക്കാഞ്ഞതാണ്. കാരണം ആരും കഴിക്കുന്നില്ല. അപ്പോൾ 2-3 ദിവസം നമ്മൾ അത് ചെയ്യാതിരുന്നാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ കഴിച്ചോളും. ഇങ്ങനെ എന്നും ദോശയോ അപ്പം ഇഡലി ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതായിരിക്കും കഴിക്കാത്തത്. അപ്പം ഞാൻ 2-3 ദിവസം സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ മോക്ക് ഇച്ചിരി അന്ന് പാലാണ് ഞാൻ കൊടുത്തത്. ചായ കൊടുക്കുന്ന അന്ന് ഞാൻ പിന്നെ കാപ്പി ഇല്ലാത്തതുകൊണ്ട് പാലാക്കി. പിന്നീട് മീൻകറി വെക്കാനുള്ള കാര്യം നോക്കിയപ്പോഴത്തേക്കും എടുത്ത മാങ്ങ പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാങ്ങ കുഴപ്പമില്ല, ഇതിന് പുളിയുണ്ട്. പഴുത്ത മാങ്ങയ്ക്ക് നല്ല മധുരമായിരുന്നു. അപ്പോൾ അതിടാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അന്ന് കണ്ടിച്ച് വെച്ചിരുന്ന മീൻ നെത്തോലിയായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ മീൻകറിയും മുട്ട വറുത്തതും കൂടെ ആക്കിയാൽ മോക്ക് ചോറ് കൊടുത്തു വിടാം. പിന്നെ വേറെ കറിയൊന്നും വേണ്ട, അത് രണ്ടും മതി. മീൻ കൊടുക്കാതെ ഈ അരപ്പ്, ഈ ചെറിയ മീനാണ്ട് ഞാൻ ഇടും. വലിയ മീനിൻ്റെയൊക്കെ ചാള അങ്ങനത്തുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ സ്കൂളിൽ കൊടുത്തു വിടുമ്പം അരപ്പ് മാത്രമേ കൊടുത്തു വിടത്തുള്ളൂ. കാരണം മുള്ളെങ്ങാനും തൊണ്ടയിൽ കയറ്റിയാലോ എന്ന് എനിക്ക് പിന്നെ പേടിയാണ്. അപ്പോൾ നെത്തോലി അങ്ങനത്തുള്ള പൊടി മീൻ, ചൂട അങ്ങനത്തെയൊക്കെയുള്ള മീനാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ മീൻ കൊടുത്തു വിടും. പിന്നെ ഇതിൻ്റെ കറിക്കകത്ത് അതിൻ്റെ അണ്ടിക്കൂടെ ഉണ്ടല്ലോ, ഞാൻ ഇടാറുണ്ട്. അത് അവളുണ്ടെങ്കിൽ അവൾക്ക് വേണം. അവൾ തിന്നത്തില്ല, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശിയൊക്കെ കൊടുക്കും. പക്ഷെ അവൾ അങ്ങനെ പുളി തിന്നത്തില്ല. പച്ചയ്ക്ക് നന്നായിട്ട് മാങ്ങ തിന്നും. ചക്ക ആയാലും മാങ്ങ ആയാലും കപ്പ ആയാലും ഒക്കെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പച്ചയ്ക്കും തിന്നും, നമ്മൾ കറി വെച്ച് കൊടുത്താലും കഴിക്കും. പക്ഷെ കറിക്കകത്ത് ഈ മാങ്ങ അണ്ടിയുടെ പുളി അത്ര ഇഷ്ടമല്ല. പിന്നീട് ഞാൻ അവൾക്ക് അന്ന് കൊടുത്തയച്ച ചിപ്സ് കൊടുത്ത്. പിന്നെ അവൾക്ക് മുട്ട, അവൾക്ക് വേണ്ടിയിട്ട് മാത്രം. നമുക്ക് വേണമെങ്കിൽ അപ്പം കഴിക്കുമ്പോൾ പൊരിച്ച് വെച്ചിരുന്ന ചൂടോടെ കഴിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഈ പാത്രത്തിൽ അത്യാവശ്യം ചൂട് നിൽക്കും മോളുടെ പാത്രത്തിൽ. അപ്പോൾ അതാണ്ട് അവൾക്ക് ചോറും ഇട്ട് ഒരു മുട്ടയും വറുത്ത് വെച്ച് മീൻ കറിയുടെ അരപ്പും എല്ലാം ആക്കി അവൾക്ക് കൊടുത്തുവിട്ട് അവൾ സ്കൂളിൽ പോയി. പിന്നീടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ പോയതിന് ശേഷം പിന്നീട് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെയിലും കാര്യങ്ങളും ഉണ്ട്. ഇതുവരെ മേളിലോട്ട് കയറ്റി വെച്ചിട്ടില്ല. കാരണം ഇടവിട്ട് ദിവസങ്ങളിൽ കാറ്റുണ്ട്. അന്ന് അടിച്ച കാറ്റ് പോലെ അല്ലെങ്കിലും എനിക്കിപ്പോൾ കാറ്റ് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തവരെ താഴെ തന്നെ വെച്ചിരിക്കും ഇനിയും. കാരണം ആ വീഴ്ചയിൽ അവത്തുങ്ങൾക്ക് നൊന്ത് നല്ലോണം. കാരണം ജീവനുള്ള സാധനമല്ലേ, പാവം. പിന്നീട് നമുക്ക് പുറത്ത് പോകണമായിരുന്നു. മോൾക്ക് കുറച്ച് സാധനങ്ങൾ, ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് അവർ സ്കൂളിൽ ഈ വെള്ളിയാഴ്ച അവർക്ക് നമ്മുടെ ഈന്തപ്പഴമില്ലേ, ഡേറ്റ്സ്, അതിൻ്റെ സെലിബ്രേഷൻ. ഓരോ ക്ലാസ്സിനും ഓരോ ഫ്രൂട്ട് വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയത് ഈന്തപ്പഴം. അപ്പോൾ അതിന് ഈ പാരൻസും കൂടെ ഇത് ചെയ്തിട്ട്, പാരൻസിൻ്റെ ജോലി അവർക്കാണെന്ന് പറഞ്ഞായിരിക്കും, പക്ഷേ ചെയ്ത് കൊടുക്കുന്നത് മൊത്തം നമ്മളായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ഇഷ്ടമുള്ള 1-2 ഇഷ്ടമുള്ള കണക്ക് നമുക്ക് ചെയ്ത് കൊടുത്തു വെക്കാം. ചാർട്ട് വർക്കോ എന്തെങ്കിലുമൊക്കെ. കാരണം ക്ലാസ്സുകൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരേ കളറിലെ കാറ് നിരനിരയായി പോയി. അപ്പോഴാണ് മനസ്സിലായത് ആർക്കേയുടെ ഉദ്ഘാടനമാണ് നമുക്ക് കൊല്ലത്ത്. അപ്പം വിക്രമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പരസ്യം ആൾക്കാരെ ഒക്കെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാറുണ്ടായിരുന്നു, ഒരേ മോഡൽ. ഏറ്റവും അവസാനമായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച വീഡിയോ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. കാരണം അവർക്ക് സ്നാക്സും കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വരപ്പിലേക്ക് കടന്നു. ഒരു ഈന്തപ്പഴം ആക്കാനായിട്ടുള്ള, കാരണം അതിൻ്റെ ഗുണങ്ങളൊക്കെ എഴുതിയിട്ടൊരു ചാർട്ടാക്കാമെന്ന് കരുതിയിട്ടുള്ള തത്രപ്പാട്. പിന്നീട് ഇത് ഈന്തപ്പഴം നമ്മൾ വെട്ടി വെക്കുമല്ലോ കൊലയായിട്ട്, അപ്പോൾ അതുണ്ടാക്കാറില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ആരുടെ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇല്ലാതെ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തു വെച്ചു. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ ചാർട്ടുണ്ടായിരുന്ന ഈന്തപ്പഴ കൊല ഉണ്ടാക്കി, പിന്നെ ഒരു ട്രീയും ഉണ്ടാക്കിയാൽ മതി, ഞാൻ ഷോർട്സിലിടാം. അന്ന് പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബൈ.